Hello. Welcome to market discussion of the day. Today, September 13, 2025. സാറ്റർഡേ ആണ്. സാറ്റർഡേ എന്താണ് മാർക്കറ്റ് ഡിസ്കഷൻ എന്നല്ലേ? ഇന്ന് നമുക്ക് കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള മേജർ ഈവൻസിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടുത്ത ആഴ്ചത്തെ മേജർ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളെയും പറ്റിയും നോക്കി കാണാം അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തിങ്കളാഴ്ചയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച്, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന പുതിയ ബാച്ച് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തിങ്കളാഴ്ച രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഈ രണ്ട് സമയത്തും ഒരേ കാര്യങ്ങളായിരിക്കും പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാച്ചിൽ കയറുകയും ചെയ്യാം. പക്ഷേ എനിക്ക് ഒരൊറ്റ റിക്വസ്റ്റ് ഉള്ളത് എന്താ വെച്ചാൽ ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഓക്കെ, കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്, നമുക്ക് തിങ്കളാഴ്ച പ്രത്യേകിച്ച് ന്യൂസുകൾ ഒന്നും തന്നെ ഇല്ല. രാത്രി 7:30 മണിക്ക് നമുക്ക് ECB പ്രസിഡന്റ് ലഗാർഡിന്റെ സ്പീച്ച് മാത്രമാണ് ബേസിക് ആയിട്ട് ഉള്ളൊരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ചൊവ്വാഴ്ച നമുക്ക് റീറ്റെയിൽ സെയിൽസ് ഉണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീറ്റെയിൽ സെയിൽസ്. ഈ വട്ടത്തെ റീറ്റെയിൽ സെയിൽസ് കഴിഞ്ഞ വട്ടത്തെ CPI, കഴിഞ്ഞ ആഴ്ചത്തെ വന്നിട്ടുള്ള CPI ആയിട്ട് കോർത്തിണക്കി വേണം നമ്മൾ നോക്കി കാണാൻ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ബുധനാഴ്ച നമുക്ക് ECB പ്രസിഡന്റ് ലഗാർഡിന്റെ സ്പീച്ചും ഉണ്ട്. CPIയും വരുന്നുണ്ട്. യൂറോ സോണിൽ നിന്ന് രാവിലെ 10 മണിക്ക് CPIയുടെ ന്യൂസും വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ കെയർഫുൾ ആയിരിക്കുക. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് എത്ര മണിക്കാണ്? 3:30 മണിക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. ഉറപ്പായിട്ടും ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിനും വലിയ ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, പക്ഷേ രാത്രി 7 മണിക്ക് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും ഒക്കെ ഓടും കേട്ടോ. എങ്ങോട്ടെങ്കിലും ഓടും. മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും എനിക്ക് പറഞ്ഞു തരാനായിട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ള FOMC പ്രസ് കോൺഫറൻസും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണണം. ഓക്കെ, അതിനുശേഷം നമുക്ക് ECB പ്രസിഡന്റ് ലഗാർഡിന്റെ സ്പീച്ച് ഉണ്ട് വ്യാഴാഴ്ച. ഓക്കെ, 8:10 രാവിലെ തന്നെ ന്യൂസ് വരുന്നുണ്ട്. അതിനുശേഷം എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. 1:30 മണിക്കാണ് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വരുന്നത്. അതിനുശേഷം നമുക്ക് വെള്ളിയാഴ്ച ബാങ്ക് ഓഫ് ജപ്പാന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും അതിനുശേഷമുള്ള പ്രസ് കോൺഫറൻസും വെളുപ്പാങ്കാലത്ത് 3:30 മണിക്ക് UK ടൈമിങ്ങിനാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. രാവിലെ 7:30 മണിക്കാണ് ബാങ്ക് ഓഫ് ജപ്പാന്റെ പ്രസ് കോൺഫറൻസ് വരുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ന്യൂസുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള ടെക്നിക്കൽ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന് മുന്നേ ആയിട്ട് നമ്മൾ പല ആൾക്കാരും, ഇന്ത്യയിലുള്ള പല ആൾക്കാരും വിഡ്രോവലിന്റെ പ്രശ്നം കൊണ്ടിട്ടും പ്രോപ്പറായിട്ടുള്ള ബ്രോക്കേഴ്സ് യൂസ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കമ്പനിയുടെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ റെഗുലേഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലുള്ള റെഗുലേഷൻസ്, ഇപ്പോൾ UK ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻ, UAE ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻസ് ഒക്കെ ഉള്ള, ASIC ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻ എല്ലാം ഉള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇപ്പോൾ UAE ബേസ് ചെയ്തിട്ടുള്ള SCA എന്ന് പറഞ്ഞ റെഗുലേഷൻ, FCA റെഗുലേറ്റഡ്, അത് UK റെഗുലേഷനാണ്. സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഇവിടൊക്കെയുള്ള റെഗുലേഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ ഇവർ നല്ല രീതിയിലുള്ള പ്രൊമോഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെപ്പോസിറ്റ് ബോണസ്, ഫസ്റ്റ് ഡെപ്പോസിറ്റ് UK കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ യൂറോപ്യൻ കസ്റ്റമേഴ്സിന് ഫസ്റ്റ് ഡെപ്പോസിറ്റിന് 100% ബോണസും സബ്സിക്വന്റ് ഡെപ്പോസിറ്റിന് 20% ബോണസുമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യൻ ക്ലയൻസിന് ഫസ്റ്റ് ഡെപ്പോസിറ്റിന് 50% ബോണസും സബ്സിക്വന്റ് ഡെപ്പോസിറ്റിന് 20% ബോണസുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ടൈറ്റ് സ്പ്രെഡ്, അതേപോലെ 14 ദിവസത്തേക്ക് സ്വാപ്പ് ഫ്രീ അക്കൗണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാനായിട്ടുള്ളത് ഇത്രയും റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഇത്രയും ബോണസ് കൊടുക്കുന്നത് വലിയ കാര്യം തന്നെയാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസിന് മുന്നേയായിട്ട് ഞാൻ ജസ്റ്റ് ഗ്രാഫ് ഒന്ന് കാണിക്കാം. കഴിഞ്ഞ ആഴ്ച നമുക്ക് മാർക്കറ്റ് അങ്ങോട്ടുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാർക്കറ്റ് എങ്ങോട്ട് പോകണം എന്നറിയാത്തൊരു സെറ്റപ്പിലായിരുന്നു. മാർക്കറ്റ് താഴോട്ട് പോയതുമില്ല. ഓൾ ടൈം ഹൈ അടിച്ച് കഴിഞ്ഞ ആഴ്ച 3673 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അതായിരുന്നു ഓൾ ടൈം ഹൈ കഴിഞ്ഞ ആഴ്ച ഗോൾഡിൽ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അല്ലേ? ഈ ആഴ്ച എന്തായി തീരും അറിയില്ല. ഇപ്പം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് പോലത്തുള്ള വലിയ ന്യൂസുകളുണ്ട്. അതുകൊണ്ടിട്ട് ആ ഒരു ദിവസങ്ങളിലൊക്കെ മാറി നിൽക്കുക. ചിലപ്പം 3700 മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. കാരണം ഒരുപാട് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി നടക്കുന്നുണ്ട്. അതിനകത്തുള്ള ഫസ്റ്റ് കാര്യം ഫ്രഞ്ച് ഗവൺമെന്റ് കൊളാപ്സ് ആയ കാര്യമാണ്. ഓക്കെ, ഫ്രഞ്ച് പ്രൈം മിനിസ്റ്റർ ഫ്രാൻസിസ് ബെയ്റോയ്
മൈനോറിറ്റി ആയി, അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. ഓക്കെ, സോ അങ്ങനെ ആ പ്രസിഡന്റ് മാറുകയും പുതിയ പ്രൈം മിനിസ്റ്റർ ചാർജ് എടുക്കുകയും ചെയ്തു. ഓക്കെ, സോ ഇമ്മാനുവൽ മാക്രോന്റെ അണ്ടറിൽ വരുന്ന മൂന്നാമത്തെ പ്രൈം മിനിസ്റ്ററാണ് ഈ വർഷം വരുന്ന മൂന്നാമത്തെ പ്രൈം മിനിസ്റ്റർ ആണെന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂറോ സോണിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്, യൂറോയെ ഡയറക്ട്ലി അഫക്റ്റ് ചെയ്യുന്ന ന്യൂസാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. അതേപോലെ തന്നെ ജപ്പാൻ പ്രൈം മിനിസ്റ്റർ റിസൈൻ ചെയ്തു, ഇഷിബ എന്ന് പറയുന്ന പുള്ളി റിസൈൻ ചെയ്തു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അതിൻ്റെ കൂടെ എന്താ പറയുക, അത് ജപ്പാനീസ് യെന്നിനെ ഡയറക്ട്ലി അഫക്റ്റഡ് ആക്കി. കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം ജപ്പാനൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു ഗ്യാപ്പ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ജപ്പാൻ അവരുടെ എന്താ പറയുക പ്രൈസ് ക്യാപ്പ് ലോ ചെയ്തു. റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്ന പ്രൈസ് ക്യാപ്പ് ലോ ചെയ്തു. അതായത് നേരത്തെ ജപ്പാൻ മാത്രമല്ല ഓസ്ട്രേലിയ, G7 കൺട്രീസ് എല്ലാവരും റഷ്യയിൽ നിന്ന് ഓയിൽ മേടിച്ചുകൊണ്ടിരുന്നത് ബാരലിന് $60 പെർ ബാരലായിരുന്നു. ഓക്കെ, സോ അതായിരുന്നു $60 പെർ ബാരലിന്റെ അണ്ടറിൽ പ്രൈസ് കൊടുത്താൽ മാത്രമേ വാങ്ങുള്ളൂ എന്നുള്ളതായിരുന്നു അവർ നിശ്ചയിച്ചിരുന്നത്. ഓക്കെ, സോ അത് കുറച്ച് $47.6 US പെർ ബാരലിന് ആക്കിയിട്ടുണ്ട്. സോ അത് എന്താണ്, അങ്ങനെ ആവുമ്പം റഷ്യയിൽ നിന്ന് മേടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ അല്ലേ. റഷ്യക്ക് അത്രയും പ്രൈസ് കുറച്ച് കൊടുക്കാനും പറ്റത്തില്ല. സോ അതൊരു വലിയൊരു ചേഞ്ച് ഉണ്ടാക്കും. അതും പ്രൈസ് ഉറപ്പായിട്ടും നമ്മളുടെ അടുത്ത ആഴ്ചത്തെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിനകത്ത് വലിയൊരു ചേഞ്ച് ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. അതിൻ്റെ കൂടെ ഇന്ത്യക്കും ചൈനയ്ക്കും എന്താ പറയുക റഷ്യയിൽ നിന്ന് ഓയിൽ പർച്ചേസ് ചെയ്യുന്നതിനെതിരെ ഉള്ള താരിഫ് അതൊക്കെ നേരത്തെ വന്നതാണ്. അതിനകത്ത് കുറേ സാങ്ഷൻസ് ഒക്കെ ഇനി ഈ വീക്കെൻഡിൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ നേരത്തെ US കോടതി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ എന്താ പറയുക താരിഫൊന്നും പല രാജ്യങ്ങൾക്കും ഏർപ്പെടുത്താനായിട്ടുള്ള അധികാരം US പ്രസിഡന്റിന് ഇല്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോടതി. പക്ഷെ അത് മാറ്റി US പ്രസിഡന്റ് എന്ത് തീരുമാനങ്ങൾ വേണമെങ്കിലും എടുക്കാം എന്നുള്ള എന്താ പറയുക ഡിസിഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ വീക്കെൻഡ് വളരെ വളരെ നിർണായകമാണ്. കാരണം എന്താ പറയുക മാർക്കറ്റൊക്കെ എവിടെയെങ്കിലുമൊക്കെ തുടങ്ങും. പുള്ളിക്കാരന് ഇഷ്ടമുള്ളതൊക്കെ വിളിച്ച് പറയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റൊക്കെ എവിടെയെങ്കിലും തുടങ്ങാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, സോ വാറിനെ കുറിച്ച് പറയുമ്പം നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച ഏറ്റവും വലിയ അറ്റാക്കുകൾ ഈ റഷ്യ-ഉക്രൈൻ വാർ നടന്നതിന് ശേഷം ഏറ്റവും വലിയ അറ്റാക്ക് റഷ്യ നടത്തിയിട്ടുണ്ടായിരുന്നു. റഷ്യയുടെ ഒരു ഓയിൽ ടെർമിനൽ ഡ്രോൺ അറ്റാക്കിലൂടെ തകർത്തു. ഓക്കെ, സോ അവിടുത്തെ ടെമ്പററി ആയിട്ട് അവിടുത്തെ ഓപ്പറേഷൻസ് വരെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ പോളണ്ടിൽ റഷ്യയുടെ ഡ്രോൺ വന്ന് പതിക്കുകയും അത് എങ്ങനെ നാറ്റോ അതിനെ നോക്കി കാണുകയും അല്ലെങ്കിൽ പോളണ്ട് അതെല്ലാം നാറ്റോയുടെ സപ്പോർട്ടോട് കൂടി ആ ഡ്രോണിനെ എല്ലാം ഷൂട്ട് ഡൗൺ ചെയ്യുകയും ചെയ്തു എന്നുള്ളൊരു കാര്യം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ഇനി എന്താണ് ഈ നാറ്റോ സഖ്യം റഷ്യക്കെതിരെ കൊണ്ടുവരാൻ പോകുന്ന സാങ്ഷൻസ് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾക്ക് അതോ ഇതൊരു വലിയൊരു വാറായി തീരുമോ എന്നോ കാര്യമൊന്നും നമുക്കറിയില്ല. അതേപോലെ തന്നെ ഇസ്രയേൽ ഖത്തർ സ്ട്രൈക്ക് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട കാര്യമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് വലിയ ഹമാസ് ലീഡേഴ്സ് ഒന്നും മരിച്ചിട്ടുമില്ല. മരണം ഓൾമോസ്റ്റ് 5 പേര് അടുപ്പിച്ച്, അതായത് ഹമാസിലുള്ള ഏതൊക്കെയോ 5 പേരാണ് മരിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ന്യൂസ് വരുന്നത്. ഇതിനെതിരെ ഖത്തർ റിയാക്ട് ചെയ്യും എന്നാണ് ഖത്തർ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ന്യൂസുകൾ തന്നെയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഇതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള കാര്യങ്ങൾ. സംഭവ ബഹുലമായിട്ടുള്ള ഒരുപാട് പൊളിറ്റിക്കൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. സോ ഇതിനകത്തൊക്കെ എന്താണ് റിയാക്ഷൻ, എന്തൊക്കെ നടക്കും എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. സോ ഇത്രയും ന്യൂസുകൾ തലയിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ട്രേഡ് ചെയ്ത് പോകാൻ പറ്റില്ല. നമുക്ക് ടെക്നിക്കൽ സൈഡിൽ നിന്ന് സപ്പോർട്ടും റെസിസ്റ്റൻസും എടുത്ത് ട്രേഡ് ചെയ്ത് തന്നെ പോവുക. പക്ഷേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള ഒരേ ഒരു കാര്യം, നമ്മൾ ഇത്രയും പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി നടക്കുന്ന സമയത്ത് നമ്മൾ റിസ്ക് മാനേജ് ചെയ്ത് ട്രേഡ് ചെയ്യുക, സ്റ്റോപ്പ് ലോസുകൾ ഇടുക. ഇത് നമ്മളുടെ കയ്യിലുള്ള കാര്യമാണ്. അത് മാത്രമാണ് നമുക്ക് ചെയ്യാനും പറ്റുന്നത് അല്ലേ. സോ തിങ്കളാഴ്ച മാർക്കറ്റിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു ഏഷ്യൻ സെഷൻ എങ്കിലും മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. കാരണം നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മാർക്കറ്റിൽ എൻ്റർ ആകാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഗോൾഡിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഗോൾഡിന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ഗോൾഡ് ഇപ്പം
ട്രേഡ് ചെയ്യാറുമില്ല. കാരണം എനിക്കറിയില്ല ഗോൾഡ് എങ്ങോട്ടാണ്, എന്തിനാണ്, എന്താണ് പുറപ്പാടെന്നുള്ള കാര്യം. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കറൻസീസിൽ കൂടുതൽ ട്രേഡ് ചെയ്യുക. നമുക്ക് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞ് ജപ്പാനീസ് യെന്നിൽ നമുക്ക് 148 സെല്ലെടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, സോ ചെറിയ ട്രേഡുകൾ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാമായിരുന്നു അല്ലേ. സോ ജപ്പാനീസ് യെന്നിൽ ഞാൻ എടുത്ത ഇന്നലത്തെ ട്രേഡ് എന്ന് പറഞ്ഞാൽ 147.9 അവിടുന്ന് നമുക്കൊരു സെല്ലെടുത്ത് 147.65 എന്ന് പറയുന്ന സ്ഥലത്ത് അവസാനിപ്പിച്ചു. അത് ചെറിയ മൂവ്മെന്റ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ അവസാനിപ്പിച്ചത്. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യായിരുന്നു. ഓക്കെ, സോ ചെറിയ മൂവ്മെന്റിൽ ഞാൻ എടുത്ത് അവസാനിപ്പിച്ചു. സോ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഗോൾഡിൽ ഒരു 0.1 ലോട്ട് എടുക്കുന്ന ഒരാൾക്ക് JPYയിലോ അല്ലെങ്കിൽ യൂറോയിലോ അല്ലെങ്കിൽ GBPയിലോ ഒക്കെ 0.3 ലോട്ട് വരെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അല്ലേ. സോ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക, ആ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു $3 അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു യൂറോയിൽ 0.3 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു $4 വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് $120 പ്രോഫിറ്റ് ആണ് അല്ലേ. സോ ഗോൾഡിന് അതിന് നേരെ മറിച്ച് $12 മൂവ് ചെയ്യണം ഗോൾഡിൽ. ഓക്കെ, സോ അത് റിസ്ക്കും കൂടെയാണ്. സോ ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് വളരെ കുറവും നമുക്ക് കൂടുതൽ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇതാണ് ഞാൻ ചെയ്യുന്ന ഈ ഒരു സമയത്ത് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഗോൾഡ് ശരിയാവുന്നില്ല. പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് പറയുന്ന കാര്യം ഇതാണ്, ഗോൾഡ് അവർക്ക് ശരിയാവുന്നില്ല. ഗോൾഡ് ശരിയാവുന്നില്ലെങ്കിൽ എന്തിനാണ് ഗോൾഡിൽ ട്രേഡ് ചെയ്ത് പൈസ കളയുന്നത്? നിങ്ങൾ കറൻസീസിലോട്ട് ട്രേഡ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കും, നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, പല ആൾക്കാരിലോട്ട് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ക്ലാസ്സിന് ജോയിൻ ചെയ്യണം, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഒക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഈ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ തിങ്കളാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ.